ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ നമ്മൾ ഇന്ന് സ്ക്വയർ ഐഡന്റിറ്റീസ് എന്നുള്ള ചാപ്റ്ററിലെ മുഴുവൻ ഇക്വേഷൻസും ഒറ്റൊരു വീഡിയോയിലൂടെ നോക്കാൻ പോവുകയാണ്. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഇക്വേഷൻസ് നമ്മൾ പഠിക്കാനുണ്ടല്ലേ. അപ്പോൾ എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻ വരും. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ഒരു 3 ഇക്വേഷൻസ് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 3 ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതല്ലേ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്താന്ന് നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. അതേപോലെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ എങ്ങനെ വരും? സപ്പോസ് നിങ്ങളോട് ചോദിക്കും, ഒന്നെങ്കിൽ 56ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ 42ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ 81 സ്ക്വയർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ക്വയേഴ്സ് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയണം. എങ്ങനെ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഞാനിപ്പോൾ 42 സ്ക്വയർ എന്നുള്ള എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. 42 സ്ക്വയർ എന്ന് പറയുമ്പോൾ 40 + 2 ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. 40 + 2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 40 + 2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന ഫോമിലേക്ക് മാറ്റുകയെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വരും? 40 സ്ക്വയർ പ്ലസ് അല്ലേ, എക്സിന് പകരം 40 എന്ന് കൊടുത്തു, വൈക്ക് പകരം നമ്മൾ കൊടുത്തത് 2 ആണ്. അപ്പോൾ ഇവിടെ 40 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 40 ഇൻറ്റു 2, 40 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 40 ഇൻറ്റു 2, അത് എത്ര വരും? ദിസ് ഈസ് ഈക്വൽ ടു 40 സ്ക്വയർ. നമുക്കറിയാം 4ന്റെ സ്ക്വയർ 16 ആണ്. അങ്ങനെയാണെങ്കിൽ 40ന്റെ സ്ക്വയറിൽ ഒരു 0 ഉണ്ട്. അപ്പോൾ 40ൽ ഒരു 0 ഉണ്ട്. 40ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ അവിടെ 2 സീറോസ് വേണം. യെസ്, ഈസിയാണ്. 2ന്റെ സ്ക്വയർ എത്രയാ? 4 ആണ്. പ്ലസ് 2 ഇൻറ്റു 40 ഇൻറ്റു 2, 2 ഇൻറ്റു 40 ഇൻറ്റു 2, 2 ഇൻറ്റു 2 എത്രയാ? 4, 4 ഇൻറ്റു 40 എത്രയാ? 4 ഇൻറ്റു 40 160 ആണ്. യെസ്, അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 1600 പ്ലസ് 160 1760, 1760ഉം 4ഉം 1764. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? 42ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഇതേപോലെ ഏത് നമ്പേഴ്സ് എന്നാലും നിങ്ങൾക്ക് ഇനി കണ്ടുപിടിക്കാൻ പറ്റണം. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാത്തതിൻ്റെ മനക്കണക്കായിട്ടൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. 40 + 2 എന്ന് പറയുമ്പോൾ 40ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 40 ഇൻറ്റു 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇതിൻ്റെ കുറച്ച് സ്പെഷ്യൽ കേസസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നുള്ള ആ ഒരു ഫോമിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നായിരിക്കും അവിടെ ആ ഒരു ഇക്വേഷൻ വരുന്നത്. അപ്പം അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ ആണെങ്കിലോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4 എന്ന് വരും. ഇനി എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ആണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2 എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ എക്സാമ്പിൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ 16ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, 16ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് 16ന്റെ സ്ക്വയർ അറിയില്ല. പക്ഷേ 15ന്റെ സ്ക്വയർ എനിക്കറിയാം, 15ന്റെ സ്ക്വയർ അറിയാം, 225 എനിക്കറിയാം, 16 എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, നമ്മൾ എങ്ങനെ ചെയ്യും? 15 + 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 16 സ്ക്വയറിനെ 15 + 1 ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 15 + 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഏത് ഫോമിലാണ്? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി? 15 കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിന് പകരം ഞാൻ 15 കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് വരും? 15 ഇവിടെ എന്ത് വരും? എക്സിന് പകരം 15 കൊടുക്കുമ്പോൾ 15 + 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 15 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 15 + 1 അല്ലേ. 15 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 15 + 1 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു 15 സ്ക്വയർ എനിക്കറിയാം, ഞാൻ പറഞ്ഞു 225 ആണ്. പ്ലസ് 2 ഇൻറ്റു 15 എല്ലാവർക്കും അറിയാം 30 ആണ്. പ്ലസ് 1 എന്ന് വരും. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും? 225 + 30 അത് എത്രയാണ്? 255 ആണ്. 255 + 1 256 ആണ്. ഈസി ആയിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് 16 അറിയില്ല, 15ന്റെ സ്ക്വയർ മാത്രമാണ് അറിയുന്നുണ്ടെങ്കിൽ 16 സ്ക്വയർ കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾക്ക് 21 സ്ക്വയർ എത്രയാണെന്ന് അറിയില്ല, പക്ഷേ 20ന്റെ സ്ക്വയർ അറിയാമെന്നുണ്ടെങ്കിൽ 21 സ്ക്വയർ കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ഫോം വരുന്നത് എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്നാണ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4 ആണ്. ഈസിയാണ്, നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഞാൻ 5 1/2 ഇതിൻ്റെ സ്ക്വയർ എനിക്ക് കണ്ടുപിടിക്കണം. 5 1/2 എന്നുള്ളതിൻ്റെ സ്ക്വയർ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടില്ല ഈ നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഒന്നുമില്ല, ഇവിടെ നോക്കുക. 5 സ്ക്വയർ പ്ലസ് 5 പ്ലസ് 1/4 ഈസി. 5 1/2 ഹോൾ സ്ക്വയർ ആണെങ്കിൽ 5 സ്ക്വയർ പ്ലസ് 5 പ്ലസ് 1/4. ഇനി 10 1/2 സ്ക്വയർ ആണെങ്കിലോ 10 1/2 ആണെങ്കിൽ 10 സ്ക്വയർ പ്ലസ് 10 പ്ലസ് 1/4. ഇനി 15 15 1/2 സ്ക്വയർ എന്നാണെങ്കിൽ 15 സ്ക്വയർ പ്ലസ് 15 പ്ലസ് 1/4. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ് പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്നാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4 എന്നായിരിക്കും ഇവിടെ ആൻസർ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് വരും? 5 സ്ക്വയർ 25 ആണ്.
പ്ലസ് 5 പ്ലസ് 1/4, അതായത് 25ഉം 5ഉം 30. ഇപ്പം 30 1/4 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. അപ്പം ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ തന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ 5ൻ്റെ കൂടെ ഹാഫ് വരുന്ന അല്ലെങ്കിൽ ഏത് നമ്പറിൻ്റെ കൂടെ ഹാഫ് വന്നാലും ഈസി ആയിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാം. അടുത്തൊരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത് എക്സ് പ്ലസ് 1/x ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ പ്ലസ് 2 എന്നാണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 3 1/3 സ്ക്വയർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ 3 1/3 സ്ക്വയർ, ഇവിടെയും 3 ആണ്, ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ ഛേദത്തിലും 3 ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഇതിൻ്റെ ആൻസർ വരുന്നത് എന്തായിരിക്കും? 3 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 2 എന്നായിരിക്കും ആൻസർ വരിക. 3 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 2. ഇനി ഞാൻ ചോദിക്കട്ടെ, 6 1/6 6 1/6 ആണ് ഇവിടെ ഉള്ളതെങ്കിൽ 6 1/6 സ്ക്വയർ ആയിരുന്നെങ്കിൽ എന്താണ് വരിക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. 6 സ്ക്വയർ പ്ലസ് 1/6 സ്ക്വയർ പ്ലസ് 2, അത്രയേ ഉള്ളൂ, ഈസിയാണ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഇതിൻ്റെ ആൻസർ 3 സ്ക്വയർ 9 ആണ്. അപ്പോൾ 9ഉം 2ഉം എത്രയാണ്? 11 എന്ന് വരും. 11 1/9 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. സോ ഇത്രയും സ്പെഷ്യൽ കേസ് നമ്മൾ എവിടെ വരുന്നുണ്ട്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy എന്നതിൻ്റെ കേസിൽ വരുന്നുണ്ട്. ഇനി ഇതിൽ ഫ്രാക്ഷൻ വന്നാലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതേപോലെ ഡെസിമൽ വന്നാലും നമുക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റണം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ പറയുകയാണ് 3.5 സ്ക്വയർ 3.5 സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 3 പ്ലസ് 0.5 സ്ക്വയർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 3 സ്ക്വയർ പ്ലസ് 0.5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 0.5 എന്ന് വരും. ആ ഒരു ഡെസിമൽ വന്നാലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. സോ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ എന്ത് വ്യത്യാസം അവിടെ വന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ആവുന്ന സമയത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആവുന്ന സമയത്ത് എവിടെയാണ് ആ വ്യത്യാസം വന്നിട്ടുള്ളത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അവിടെ വ്യത്യാസം വന്നിട്ടില്ല. മൈനസ് 2xy, ഇവിടെ പ്ലസ് 2xy ഉള്ളത് ഇവിടെ മൈനസ് 2xyയിലേക്ക് വന്നു. അങ്ങനെ ഒരു ചേഞ്ച് ആണ് അവിടെ വന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെയുള്ള ഇത് നമ്മൾ എവിടെ ഉപയോഗിക്കും? ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, 39ൻ്റെ സ്ക്വയർ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 39ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത പോലെ 30 + 9 ഹോൾ സ്ക്വയർ അല്ലെ 30 + 9 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അല്ലെങ്കിലോ നിങ്ങൾ നോക്കുക, 40നോട് 1 കുറച്ചതല്ലേ 39 എന്ന് പറയുന്നത് അല്ലേ? 40 - 1 അല്ലേ 39. അപ്പോൾ 40 - 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും കറക്റ്റ് അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? 40 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 40 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 40 ഇൻറ്റു 1. യെസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 40 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 4ൻ്റെ സ്ക്വയർ നമ്മൾ പറഞ്ഞു 1600 ആയിരിക്കും. പ്ലസ് 1 മൈനസ് 2 ഇൻറ്റു 40 ഇൻറ്റു 1, 2 ഇൻറ്റു 40 80 ആണ്. ദാറ്റ് മീൻസ് 1600 80 പോയാൽ 1521 എന്ന് വരും. യെസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 39 സ്ക്വയർ ചോദിച്ചാൽ അല്ലെങ്കിൽ 48 ചോദിച്ചാൽ 77 ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിൻ്റെ തൊട്ട് മുകളിലുള്ള 10ൻ്റെ മൾട്ടിപ്പിൾ ഏതാണോ? ഇപ്പോൾ 77 ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അതിൻ്റെ മുകളിലുള്ള 10ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 80 ആണ്. അപ്പോൾ 77 സ്ക്വയർ ചോദിച്ചാൽ 80 - 3 ഹോൾ സ്ക്വയർ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ആൻസർ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പം ഇനി ഈ 2 ഇക്വേഷൻസും കൂടെ ഒരുമിച്ച് നിന്ന് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള വേറെ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് നമുക്ക് നോക്കാം. സോ ഇത് നോക്കാം. ആ ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ പഠിക്കണമെന്ന് ഇല്ല, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 2 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റുന്ന, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ്. ഇവിടെ നോക്കാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ നമ്മൾ കണ്ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ആണ്. അതേപോലെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയറും നമ്മൾ കണ്ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy ആണ്. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു, ഈ 2 ഇക്വേഷൻസും ആഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ആഡ് ചെയ്തപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. ഇവിടെ ഈ പ്ലസ് 2xyയും മൈനസ് 2xyയും അങ്ങ് ക്യാൻസൽ ആയി പോകില്ലേ അല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകില്ലേ? ബാക്കി അവിടെ എന്താ ഉണ്ടാവുക? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അതായത് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അവിടെ ബാക്കി ഉണ്ടാവുക. അങ്ങനെയാണ് ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഈ 2 ഇക്വേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 4xy ഈക്വൽ ആണ്. അത് നിങ്ങൾ ഇവിടെ ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് ഇത് മൈനസ് ചെയ്യാണ്. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ നമ്മൾ മൈനസ് ചെയ്താൽ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും അവിടെ മൈനസ് ആയി ക്യാൻസൽ ആയി പോകും. ഇവിടെ എന്താ സംഭവിക്കുക? 2xy മൈനസ് ഓഫ് മൈനസ് 2xy എന്ന് വരും. ദാറ്റ് മീൻസ് 2xy
പ്ലസ് 2xy എന്ന് വരും 4xy എന്നായിരിക്കും നമുക്ക് കിട്ടുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4xy എന്നും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കാം. ഫസ്റ്റ് ഇക്വേഷനിൽ ഞാൻ എക്സിന് 3 എന്നും വൈക്ക് ഞാൻ 1 എന്നും കൊടുക്കുകയാണ്. അപ്പോൾ 3 + 1 ഹോൾ സ്ക്വയർ പ്ലസ് 3 - 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? 2 × 3² + 1² എന്ന് പറഞ്ഞൂടെ? അപ്പോൾ ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. 3 + 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4² ആണ്. 4² എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 + 3 - 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2² ആണ്. അത് 4 ആണ്. അത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്? 2 × 3² എന്ന് പറഞ്ഞാൽ 9 ആണ്, പ്ലസ് 1² 1 ആണ്. 2 × 9 + 1 എന്ന് പറയുമ്പോൾ 10 കിട്ടും. 2 × 10 എന്ന് പറയുമ്പോൾ 20 എന്ന് കിട്ടും. 16 + 4 നമുക്ക് എന്ത് തന്നെ കിട്ടുക? 20 ആണ് കിട്ടുക. അപ്പോൾ ഇതെന്താണ്? കറക്റ്റ് ആണ്. വേണമെങ്കിൽ ഫസ്റ്റുള്ള ഇക്വേഷൻ ആണ്, കറക്റ്റ് ആണ്. അതേപോലെ ഇനി ഇവിടെ എക്സ് പ്ലസ് വൈ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ 3 + 1 ഹോൾ സ്ക്വയർ മൈനസ് 3 - 1 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4xy ഈക്വൽ ആണോ എന്ന് നോക്കാം. 3 + 1 എന്ന് പറഞ്ഞാൽ 4² 16 16 - 3 - 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2² 2 സ്ക്വയർ എത്രയാണ് വരിക? 4 ആണ് വരിക. അപ്പോൾ 16 - 4 എന്ന് പറയുമ്പോൾ 12 ആണ് വരിക. 12 എന്തിനോട് ഈക്വലാ? 4 × x × y എന്ന് പറയുമ്പോൾ എന്താണ്? 4 × 3 × 1 അല്ലേ? എക്സും വൈയും നമ്മൾ 3ഉം 1ഉം അല്ലേ എടുത്ത്. അപ്പോൾ 4 × 3 × 1 എന്ന് വരും. അത് എന്തിനോട് ഈക്വൽ ആണ് മക്കളെ? 12നോട് ഈക്വൽ ആണ്. സോ അതും അവിടെ സെറ്റാണ്. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ നോക്കാം. xy = x + y / 2 ഹോൾ സ്ക്വയർ മൈനസ് x - y / 2 ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാം? ഇവിടെ 2 നമ്പേഴ്സ് തന്നു. സപ്പോസ് നിങ്ങൾക്ക് 76 × 32 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു. ഈ ഒരു പ്രൊഡക്റ്റിനെ നിങ്ങളോട് പറയാണ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറയാണ്. 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറയാണ്, അല്ലെങ്കിൽ 2 പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ അവസാനത്തെ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? 76 × 32 എക്സിന് പകരം ഇവിടെ 76 കൊടുക്കുക, വൈക്ക് പകരം 32ഉം കൊടുത്താൽ, എക്സിന് പകരം 76ഉം വൈക്ക് പകരം 32ഉം കൊടുത്താൽ ഇത് കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 76 + 32 / 2 ഹോൾ സ്ക്വയർ മൈനസ് 76 - 32 / 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂസ്, ഇവിടെ ഈ ഒരു സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ്, അങ്ങനെ ആ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് എഴുതാൻ പറ്റും, ഈ 2 നമ്പേഴ്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് 86 × 16 ഈ ഒരു നമ്പറിനെ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷൻ അവിടെ യൂസ് ചെയ്താൽ മതി എന്ന് ആലോചിച്ച് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെക്കുക. അടുത്ത നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. x² - y² = x + y × x - y. ഈ 3 ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഹയർ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ വളരെ ആവശ്യമായിട്ട് വരുന്ന ഇക്വേഷൻസ് ആണ്. ഇവിടെ നോക്കാം മൂന്നാമത്തെ ഇക്വേഷൻ x² - y² = x + y × x - y. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് 15² - 10². ഓക്കെ, 15² - 10². ഇതെങ്ങനെ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ കാണാതെ നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം? നിങ്ങൾ നോക്കുക, 15² - 10²നെ 15 + 10 × 15 - 10 ചെയ്യാം. 15 + 10 എന്ന് പറയുമ്പോൾ 25 × 15 - 10 എന്ന് പറഞ്ഞാൽ 5 ആണ്. 25 × 5 125 ആയിരിക്കും. ഈ ഒരു ഓപ്പറേഷൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 125 ആയിരിക്കും. 15² നിങ്ങൾ ആലോചിച്ച് നോക്കുക, അല്ലാതെ നമുക്ക് ചെയ്ത് നോക്കാം. 15² 225 മൈനസ് 10² 100. ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര തന്നെ കിട്ടുക? 125 എന്നാ കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ, ഇനിയിപ്പോൾ നിങ്ങൾ വലിയ നമ്പേഴ്സ് ഒക്കെ ചോദിക്കുകയാണ് 165² - 130² എന്നൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ആ സ്ക്വയേഴ്സ് അവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമുക്ക് ആ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരില്ല. 165 + 130 × 165 - 130 ചെയ്താൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇതും അവിടെ നിന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അഗെയിൻ ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ് 5½ 5½ മൈനസ് 4² ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 5ന്റെ സ്ക്വയറും 4ന്റെ സ്ക്വയറൊക്കെ അവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. 5½ + 4 ചെയ്യുക × 5½ - 4 ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ കണ്ടുപിടിച്ചൂടെ? 5യും 4യും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക, എത്രയാണ് കിട്ടുക? 10 അല്ലേ കിട്ടുക? 5യും 4യും കൂടെ 10 കിട്ടും. 5ന്ന് 4 മൈനസ് ചെയ്താൽ 1 കിട്ടുക. ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 10 ആയിരിക്കും. ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ ഇക്വേഷൻസ് വന്നാൽ ഈ ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു ട്രിക്ക് നമുക്ക് നോക്കാം. അതായത് യൂണിറ്റ് ഡിജിറ്റിൽ 5 വരികയാണ്. ഓക്കെ, 5 വരികയാണ്. ഇവിടെ ഒരു നമ്പറിൻ്റെ നിങ്ങളോട് പറയാണ്
അപ്പോൾ നോക്കാം 65ന്റെ സ്ക്വയർ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അതായത് യൂണിറ്റ് ഡിജിറ്റിൽ 1ന്റെ സ്ഥാനത്ത് 5 വരുന്ന നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ അനുസരിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ നോക്കുക 65 സ്ക്വയർ. ഓക്കെ, ഞാൻ ബേസ് എന്ന് തുടങ്ങാം. 15 സ്ക്വയർ, 5ന്റെ സ്ക്വയർ നമുക്കറിയാം 25 ആണ്. അപ്പോൾ ഈ 15 സ്ക്വയർ ആണെങ്കിലും 25 സ്ക്വയർ ആണെങ്കിലും യൂണിറ്റ് ഡിജിറ്റിൽ 1ന്റെ സ്ഥാനത്ത് 5 വരുന്ന ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും അവസാനത്തെ 2 ഡിജിറ്റ്സ് ആരായിരിക്കും? 25 ആയിരിക്കും. ലാസ്റ്റത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 25 ആയിരിക്കും. അപ്പോൾ 15 സ്ക്വയറിൻ്റെ കേസിലും ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സ് എന്താണ്? 25 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇനി 15 സ്ക്വയർ നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെയുള്ള നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 25 ആണ്. അതിൻ്റെ മുന്നേ ഉള്ള ഡിജിറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ആരാ ഉള്ളത്? 1 ഉള്ളത്. 1ൻ്റെ അടുത്ത നമ്പർ ഏതാ? 2. അപ്പോൾ 1 × 2 ചെയ്യുക. എത്രയാണ് കിട്ടുന്നത്? അത് ഇവിടെ കൊടുക്കുക, 2 ആയിരിക്കും. അപ്പോൾ 15ന്റെ സ്ക്വയർ 225 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 25ന്റെ സ്ക്വയർ എന്തായിരിക്കും മക്കളെ? ആലോചിച്ച് നോക്കുക. അവസാനത്തെ 2 ഡിജിറ്റ് 25 ആയിരിക്കും. അതിൻ്റെ മുന്നേ ഉള്ള ഡിജിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 ഉണ്ട്, ആ അടുത്ത നമ്പർ ആയിട്ടുള്ള 3. അപ്പോൾ 2 × 3 ചെയ്യുക, അത് ഇവിടെ കൊടുക്കുക. എത്രയാണ്? 6 ആണ്. അപ്പോൾ 625 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ 65ന്റെ സ്ക്വയർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും 65 സ്ക്വയർ എന്ന് പറയുന്നത്? ലാസ്റ്റ് 2 ഡിജിറ്റ് 25 ആണ്. 65ലെ 6 ആണ് ഇവിടെയുള്ള നമ്പർ. നെക്സ്റ്റ് നമ്പർ ഏത്? A ആണ്. അപ്പോൾ 6 × A എത്ര? 42 ആണ്. 42. അപ്പോൾ 4225 ആയിരിക്കും 65ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇങ്ങനെ 5ന്റെ യൂണിറ്റ് ഡിജിറ്റിൽ 5 വരുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഈസി മെത്തേഡും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പാറ്റേൺ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നോട്ട് ദാറ്റ് പാറ്റേൺ in the computations below. 3 square minus 2 square is equal to 5 is equal to 3 plus 2. 4 square minus 3 square is equal to 7 is equal to 4 plus 3. 5 square minus 4 square is equal to 9 is equal to 5 plus 4. Write the next 2 computations following these. അതായത് ഈ പാറ്റേണിൽ വരുന്ന അടുത്ത 2 ലൈൻസ് ഏതൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? ഈസിയാണ്. ഇവിടെ നോക്കുക. ഇവിടെ വന്നത് 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ, 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ. അടുത്തത് ഒബ്വിയസ്ലി എന്തായിരിക്കും? 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ആയിരിക്കും അല്ലേ? 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു 6 സ്ക്വയറിന് 5 സ്ക്വയർ മൈനസ് ചെയ്താൽ 6 6 36 ആണ്. മൈനസ് 5 സ്ക്വയർ ആയിട്ടുള്ള 25 മൈനസ് ചെയ്താൽ എത്രയാ കിട്ടുക? 11 അല്ലേ കിട്ടുക? ദിസ് ഈസ് ഈക്വൽ ടു, ഇത് എന്തിനോട് ഈക്വൽ ആണ്? ഇവിടെ എന്താ വരുന്നത്? 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ആണെങ്കിൽ ഇവിടെ 3 plus 2 എന്ന് വരുന്നുണ്ട്. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആണെങ്കിൽ ഇവിടെ 4 plus 3 ആണ്. 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ആണെങ്കിൽ 5 plus 4 ആണ്. 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? 6 plus 5 ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ഏതായിരിക്കും? അടുത്തത് 7 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ആയിരിക്കും. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇനി നമ്മൾ ഇത് സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ജസ്റ്റ് ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക. 7 plus 6 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 മാറും 13 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 7 plus 6. ഇത് രണ്ടും ആയിരിക്കും അടുത്ത 2 ലൈൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താ ചോദിച്ചിട്ടുള്ളത്? റൈറ്റ് ദ ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ദീസ് ആസ് എൻ അൽജിബ്രായിക് ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഒരു നമ്പർ നമുക്ക് അവിടെ എക്സ് എന്ന് കൊടുക്കാം. ഏതിന് എക്സ് കൊടുക്കാം? ഇവിടെ നോക്കുക. ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണെങ്കിൽ ഒരു 3 ആണ്, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 4 ആണ്. അതായത് ഇവിടെയുള്ള നമ്പറിൻ്റെ 1 കുറഞ്ഞതാണ് ഇവിടെയുള്ള നമ്പർ. അല്ലാന്നുണ്ടെങ്കിൽ ഈ 4ൻ്റെ 1 കൂട്ടിയതാണ് ഇപ്പുറത്തുള്ള നമ്പർ. സപ്പോസ് ഞാൻ ഈ 4ൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ഥലത്ത് ഞാൻ എക്സ് എന്ന് കൊടുക്കുകയാണ്, എക്സ് സ്ക്വയർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് എന്തെന്ന് മൈനസ് ചെയ്തതായിരിക്കും? എക്സ് പ്ലസ് 1 സ്ക്വയർ എന്ന് എക്സ് സ്ക്വയർ മൈനസ് ചെയ്തായിരിക്കും ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് അല്ലേ? ഇനി നിങ്ങൾ എക്സിന് ഇവിടെ 1 കൊടുത്തു നോക്ക്, അല്ലെങ്കിൽ എക്സിന് 2 കൊടുത്തു നോക്ക്. 2 plus 1 എത്രയാ? 3 സ്ക്വയർ മൈനസ് എക്സിന് 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ, 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് വരും. എക്സിന് 3 കൊടുത്തു നോക്ക്. 3 plus 1 4 സ്ക്വയർ എന്ന് വരും, മൈനസ് 3 സ്ക്വയർ എന്ന് വരും അല്ലേ? അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ ജനറൽ പാർട്ട് ഓക്കെ ആയിട്ടുണ്ട്. അടുത്തത് എന്താ വരിക? ഇവിടെ എന്താ വരിക? എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് ആയിരിക്കില്ലേ വരിക അല്ലേ? 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ചെയ്യുമ്പോൾ 3 plus 2 ആണ്. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ചെയ്യുമ്പോൾ 4 plus 3 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് ആയിരിക്കും വരിക. ഓക്കെ, എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് ആയിരിക്കും വരിക. അപ്പോൾ ഇതായിരിക്കും എന്ത്? ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. യെസ്, അങ്ങനെയാണെങ്കിൽ ആ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ദി ജനറൽ പ്രിൻസിപ്പിൾ ഇൻ ഓർഡിനറി ലാംഗ്വേജ്. സാധാ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൽ ഈ ജനറൽ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്ക്വയേഴ്സ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദോസ് 2 നമ്പേഴ്സ്. 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ 2 നമ്പേഴ്സിൻ്റെ സമ്മിനോട്, തുകയോട് ഈക്വൽ ആയിരിക്കും എന്നാണ് എന്ത് പറയുന്നത്? ജനറൽ ആയിട്ട് നമ്മൾ ആ ഒരു
ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നുണ്ട്. നല്ലപോലെ കൃത്യമായിട്ട് ഓരോ ഇക്വേഷൻസും പഠിച്ചു വെക്കുക. അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക്, അതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്നും കൂടെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ അവിടുന്ന് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ എക്സ് പ്ലസ് വൈൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ അല്ലേ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈൻ്റെ എക്സ് പ്ലസ് വൈ ആണ്. എന്നിട്ട് ചെയ്ത് നോക്കാം. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ പ്ലസ് വൈ ഇൻറ്റു എക്സ്, വൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ, വൈ സ്ക്വയർ. ഇങ്ങനെ ചെയ്തുകൊണ്ട് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ഇങ്ങനെ ആ ഇക്വേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. സോ ആ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. സോ മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു പോയിട്ട് എക്സാം നല്ല ഉഷാറായിട്ട് എഴുതാം. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, ഫുൾ മാർക്ക് തന്നെ എല്ലാവർക്കും കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.